ഹലോ ഗൈസ്, വെൽക്കം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ നെവർ ഗിവ് അപ്പ്, അതായത് ഒരിക്കലും തളരരുത് അല്ലെങ്കിൽ വിട്ടുകൊടുക്കരുത്. ജീവിതം എല്ലാ സമയവും ഒരുപോലെ ആവില്ല. താഴ്ചയും ഉയർച്ചയും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ കിട്ടണമെന്നില്ല. പല പ്രാവശ്യം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ പരീക്ഷണം തുടങ്ങുന്നു എന്നാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിരുത്തി കേട്ടു നോക്ക്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, തോൽവി അവസാനമല്ല. അതായത് തോൽവി അല്ലെങ്കിൽ പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടാവും എന്ന് വെച്ച് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ് അല്ലെങ്കിൽ ജീവിതം തീർന്നു എന്നല്ല. ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും നമുക്ക് പുനർജീവിക്കാനുള്ള മോട്ടിവേഷനാണ് ലഭിക്കുന്നത്. എല്ലാവരും പറയുന്ന പോലെ ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഓരോ വീഴ്ചയിലും നിന്നും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്. ആദ്യത്തെ വീഴ്ച, നമ്മൾ ആദ്യമായി സൈക്കിളിൽ കയറിയിരിക്കുമ്പോൾ ബാലൻസ് കിട്ടാതെ താഴെ വീഴുന്നു. ആ വീഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് ഹാൻഡിൽ എങ്ങനെ പിടിക്കണം എന്ന പാഠമാണ്. രണ്ടാമത്തെ വീഴ്ചയിൽ രണ്ടാമതായിട്ട് വീഴുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ശരിയായ വേഗതയിൽ ചവിട്ടിയില്ലെങ്കിൽ ബാലൻസ് പോകുമെന്നും കറക്റ്റ് സമയത്ത് ബ്രേക്ക് എടുക്കാൻ കഴിയില്ല എന്നുമാണ്. ഓരോ തവണ വീഴുമ്പോഴും നമ്മുടെ പേടി കുറയുകയും എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നു. ആദ്യ തവണ വീഴുമ്പോൾ തന്നെ എനിക്കിത് പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് കഴിയില്ലെന്ന് പറഞ്ഞു നിന്നിരുന്നെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കില്ലായിരുന്നു. ഓരോ വീഴ്ചയും നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ജീവിതവും. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മവിശ്വാസം. സ്വന്തം കഴിവിലും അതുപോലെ തന്നെ ലക്ഷ്യത്തിലും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ എന്ത് വേണേലും പറയട്ടെ, നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യാൻ. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, ഇതൊക്കെ ഇവിടെയാണ് ആവശ്യം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടൂ, അത് ഓർത്ത് വെക്കുക. മൂന്നാമതായി ക്ഷമയും പ്രയത്നവും. നമ്മൾ പറയുന്നില്ലേ, നമുക്ക് വിധിച്ചത് എത്ര വൈകിയാലും നമ്മളിൽ എത്തിച്ചേരുമെന്ന്, അതുപോലെ തന്നെയാണ് ക്ഷമയാണ് മെയിൻ. ഇന്നിത് ചെയ്ത് ഇന്ന് തന്നെ എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇന്ന് 5 നേരം നിസ്കരിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാട് നടത്തി ഇതൊന്നും ചെയ്തിട്ട് ഇന്ന് തന്നെ എനിക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. അത് വെറും പൊട്ടത്തരാണ്. വെയിറ്റ് ചെയ്യുക, മെല്ലെ തിന്നാൽ പനിയും തിന്നാന്ന് പറഞ്ഞ പോലെ ക്ഷമിക്ക്, അതാണ് മെയിൻ. നിനക്ക് വേണ്ടത് നിന്നിൽ വന്ന് ചേരൂ. ക്ഷമിച്ചുകൊണ്ട് പരിശ്രമിക്കുക. നിന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം നീ ചെയ്യുക. സമയമെടുത്ത് മെല്ലെ മെല്ലെ ചെയ്തു നോക്ക്, വിജയിക്കും. എത്ര വലിയ പ്രതിസന്ധികളായാലും കഷ്ടപ്പാടുകളുണ്ടായാലും നിൻ്റെ ലക്ഷ്യത്തിനെ നീ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ വിജയം നിന്നെ തേടി വരും. പരാജയപ്പെടുന്നത് തെറ്റല്ല, എന്നാൽ പരാജയപ്പെട്ട് പിന്തിരിയുന്നത് വലിയ നഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക ആൻഡ് സമാധാനത്തോടെ ഇരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.